പെരേറ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താട്ടാ. ഇവനേക്കാൾ നന്നായി വേറെ ആർക്കും എന്നെ അറിഞ്ഞു. അലൻ ജോസ് പെരേറ സ്വന്തം അപ്പനെ വിറ്റ് കാശിലാക്കിയവൻ. നീ കൂടെ കോൺക്രീറ്റ് ഇട്ടല്ലടാ. നീ എന്റെ മാർക്കറ്റ് വാല്യൂ ഉപയോഗിക്കാണ്ട് എന്റെ അടുത്ത് വന്ന കാര്യം നീ അത് വെച്ചാ ചൈന ഭാഷ പറയുന്നോടാ. വക്രത എന്റെ അടുത്ത് അടങ്ങില്ല. നീ ഒന്ന് അടങ്ങടാ. ഇനി നീ വിളിച്ചോണ്ട് വാ, ഒരു പോഴം ചിരിയും കൊണ്ട് വാ. നീ ഇങ്ങനെ ഹരീഷ് കിണാറിന്റെ ഫിഗറും വെച്ച ബാലങ്കനാരോട്ട് പെരുമാറില്ല. എന്റെ ഗണപതി നിനക്കെല്ലാം തരാം. നിനക്കെല്ലാം തരാം. വ്യക്തമായില്ല. വെറുതെ നീ പെണ്ണ് കേസ് വെട്ടതോ? അല്ല, എന്തെങ്ങനെയൊക്കെ പറയണേ? പിന്നെ ഞാൻ എങ്ങനെയൊക്കെ പറയണം? അവനാ പെണ്ണിന് കല്യാണം പ്ലാനൊന്നും തരുന്നില്ല. അവനോട് പറഞ്ഞാണ് അവന്റെ സങ്കല്പത്തിലുള്ള പെണ്ണല്ല, 1-2 വർഷത്തിൽ ഉപയോഗിക്കാൻ എന്റെ പ്ലാൻ. ആര് പറഞ്ഞു? എപ്പ പറഞ്ഞു? ഞാൻ പറഞ്ഞിട്ടില്ല. നിന്റെ ഈ പൊട്ടനെ ചട്ടൻ ചതിക്കും, ചട്ടനെ ദൈവം ചതിക്കും പറയും. അന്റെ കുറെ പോയിന്റ്സ് ഉണ്ടല്ലേ. എത്ര എളുപ്പം ഞാൻ ചെയ്തു കൊടുത്തേ, സാമ്പത്തികമായിട്ടും അല്ലാതെ. 1450 രൂപ 50 വയസ്സുണ്ടെങ്കിൽ എന്തോ ഒരു ഏത്തപ്പഴം വാങ്ങിച്ച് പുഴുങ്ങി തിന്നാം. എത്ര രൂപ ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന് അറിയോ? അവന്റെ സ്വാർത്ഥ ആൾ വേണ്ടിട്ട് അവൻ എന്ത് തിണ്ടത്തുറം കാണിക്കും. എനിക്കിത് എന്നെ കിട്ടണം. 1450 രൂപ 50 പൈസ മുടക്കിയ എനിക്കിത് എന്നെ കിട്ടണം. വിശ്വസിക്കാൻ കൊള്ളാത്ത നായ, നാണുള്ളാത്തവൻ, നാറി. എന്നെ നാണം കെടുത്താനായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. എന്റെ മുമ്പിൽ കണ്ടുപോയി